മന്ത്രിയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ താങ്കളെ കൂട്ടുള്ള വ്യക്തികൾക്ക് അത് ഭയങ്കരമായ ഒരു പ്രചോദനം പോലെയാണ് കാണുന്നത്. ശ്രീ എൽദോ, അങ്ങനെ ഒരു പ്രചോദനമൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ ഈ പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ പാർട്ടി നേതാക്കൾക്ക് യോഗം ചേർന്ന് മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുമെങ്കിൽ, സഭയ്ക്ക് പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചർച്ച ചെയ്തത് മാത്രം ഒരു തെറ്റ്. മുൻപ് പാർട്ടി ആയാലും പാർട്ടിയുടെ നേതാക്കളായാലും സഭയുടെ നേതാക്കളായാലും ഇത്തരത്തിൽ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൽ തെറ്റില്ല. മാധ്യമങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും വളരെ നന്ദി താങ്കൾ വിളിച്ചതിന്. ശ്രീ തമ്പു ജോർജ് ടുബ്ലൻ സഭയുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു ശ്രീ ടി എം ജേക്കബ്. അദ്ദേഹം കമാൻഡർ സ്ഥാനം ലഭിച്ചിട്ടുള്ള ആളുമാണ്. അങ്ങനെയുള്ള ഒരാളുടെ വിയോഗം സഭയെ സംബന്ധിച്ചും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഒരു പിൻഗാമി വേണ്ടി വരുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആകുന്നത് ഉചിതമാകും. അങ്ങനെ സഭാ നേതൃത്വത്തിന് തോന്നുന്നുണ്ടോ? ഇല്ല, അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. സഭയുടെ ഇതിൽ വരുന്നതായ സഭയുടെ ചിന്തയിൽ വരേണ്ടതായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർക്ക് അവരുടെ പാർട്ടിയിൽ അവരുടെ വ്യവസ്ഥാപിതമായ അവരുടെ തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളട്ടെ. അതല്ലേ നല്ലത്. സഭ അതിന്റെ അകത്ത് ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിൽ നല്ലത് അതായിരിക്കും. ഇതിന്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് വിവാദങ്ങളിലേക്ക് ഈ വിഷയം വലിച്ചെടുക്കേണ്ടതായ കാര്യമില്ല. അവയൊന്ന് തിരുമനസ്സുകൊണ്ട് ആകെ പറഞ്ഞത് സഭാവിശ്വാസികൾ ഉന്നതമായ സ്ഥാനത്തെത്തണം. അത് ഇടതുപക്ഷക്കാരായാലും വലതുപക്ഷക്കാരായാലും മറ്റേതെങ്കിലും മുന്നണിയിലുള്ളവരായാലും സഭയുടെ നിലപാട് അത് തന്നെയാണ്. തീർച്ചയായും ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ ടി ടി എബ്രഹാം, ടി എം ജേക്കബ് 26ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്. അദ്ദേഹം KSCയുടെയും യൂത്ത് ഫ്രണ്ടിന്റെയും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നിയമസഭയിലേക്ക് വരികയും ശ്രദ്ധേയമായ പ്രചരണം കാഴ്ചവെക്കുകയും 82 ആകുമ്പോഴേക്കും മന്ത്രിയാകുകയും ചെയ്ത ആളാണ്. പക്ഷേ അനൂപിനെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് അത്ര പരിചയമില്ല അദ്ദേഹത്തെ. അദ്ദേഹം യൂത്ത് ഫ്രണ്ടിന്റെ നേതാവാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ സാന്നിധ്യം അദ്ദേഹം പൊതുമണ്ഡലത്തിൽ അറിയിച്ചതായി ഞങ്ങളെ സംബന്ധിച്ചായാലും പൊതുസമൂഹത്തെ സംബന്ധിച്ചായാലും അറിയില്ല. അങ്ങനെ ഒരാളെ പെട്ടെന്ന് ഒരു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും ആ ഒരു സാധ്യത, ആ സാഹചര്യം പാർട്ടിയെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തോളമായി അദ്ദേഹം സജീവമായി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം അഭിഭാഷകനാണ്. 10 വർഷത്തോളമായി സ്വന്തം പിതാവിന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പൊതുപരിപാടികൾ നടത്തുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം എല്ലാ യുവജന വിഭാഗത്തിന്റെ നേതാക്കളും അതുപോലെ തന്നെ കേരള കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കളുടെയും പുത്രന്മാർ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട്. ഇതുപോലെ തന്നെയല്ല ആർ ബാലകൃഷ്ണന്റെ മകൻ ശ്രീ ഗണേഷ് കുമാർ, അതുപോലെ തന്നെ KN ജോർജ് സാറിന്റെ മകൻ ശ്രീ മാണി സാറിന്റെ മകൻ. പിന്നെ എന്തുകൊണ്ട് അനൂപ് ജേക്കബിന് എന്താ വില? സ്വന്തം പിതാവിന്റെ ചെയ്തികളും കഴിവുകളും കണ്ടു പരിചയിച്ച ഒരു യുവജന നേതാവാണ്. യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ വിവിധ പരിപാടികളിലും അതുപോലെ തന്നെ 2 പ്രാവശ്യം മന്ത്രിയായിരുന്ന സ്വന്തം പിതാവിന്റെ കൂടെ നിന്ന് സഹായിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഇലക്ഷന്റെ ചുക്കാൻ തന്നെ പിടിച്ചിരുന്നത് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബാണ്. തീർച്ചയായും അദ്ദേഹത്തിന് കഴിവുകളുണ്ട്. പക്ഷേ 93-ൽ ഈ പാർട്ടി രൂപീകരിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ അദ്ദേഹം MLA ആയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം മാതൃസംഘടനയിൽ തുടർന്നിരുന്നെങ്കിൽ അദ്ദേഹം മന്ത്രി പോലുമായേനെ. അങ്ങനെ എല്ലാ കാലത്തും ജേക്കബിനൊപ്പം നിന്നിട്ടുള്ള ജോണി നെല്ലൂരിനോട് പാർട്ടി നീതി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വികാരമുണ്ടായാൽ അത് ശരിയായിട്ടുള്ള ഒന്നാണോ, അംഗീകരിക്കപ്പെടേണ്ട ഒന്നാണോ? അങ്ങനെ ആക്ഷേപം അദ്ദേഹത്തിന് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടിയുടെ കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനിക്കാൻ വെച്ചിരിക്കുന്നത് പാർട്ടിയുടെ ഭാരവാഹികളുടെ യോഗമാണ്. ആ യോഗത്തിൽ വെച്ച് തീരുമാനം ഉണ്ടാവുള്ളൂ. ആരാണെന്നോ സ്ഥാനാർത്ഥി ആരെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിനും കുറവുകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്കമാലിയിൽ നിന്ന് മത്സരിച്ച ആളാണ്. നിസാര വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അദ്ദേഹം കഴിവുള്ളവരാണ്. അദ്ദേഹം സംഘാടകനാണ്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അപ്പോഴും അങ്കമാലിയിൽ മത്സരിക്കാൻ നിയോഗിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഷുഗർ സീറ്റ് കിട്ടിയില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്രയധികം നാൾ ഒരു പക്ഷത്തോടൊപ്പം ജേക്കബിനൊപ്പം ഉറച്ചു നിന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ഇതിൽ കൂടുതൽ പരിഗണന ലഭിക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ എന്ന് താങ്കൾക്ക് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ സീറ്റായിരുന്നു മൂവാറ്റൂർ സീറ്റ്. അത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണി സീറ്റ് വീതം വെച്ചപ്പോൾ അത് നൽകിയില്ല. പാർട്ടി നിർഭാഗ്യം അവർ പറഞ്ഞത് അങ്കമാലിയിൽ മത്സരിക്കാനാണ്. ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അങ്കമാലിയിൽ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. വളരെ നിസ്സാര വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ശക്തനായ ചെയർമാനാണ്.
അദ്ദേഹത്തിന് പാർട്ടി കൊണ്ടുനടക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ള ഒരാളാണ്. തീർച്ചയായും. ദേവസ്വയാണ് പ്രേക്ഷകൻ ആലപ്പുഴ എന്ന് പറഞ്ഞു. വിഷു ദേവസ്വ ജേക്കബിന്റെ മകനല്ലേ, ഈ കുടുംബവാഴ്ച തന്നെ തുടരണമെന്ന് സഭയ്ക്കെന്ന നിർബന്ധം. കുടുംബവാഴ്ചയോട് യോജിക്കാനൊക്കെ സ്ഥിരം കുടുംബവാഴ്ച സീനിയറായ ഒരു നേതാവ് നിൽക്കുകയല്ലേ അവിടെ. സീനിയറായ ജോണി നെല്ലൂർ നിൽക്കുമ്പോഴേ ഈ അനൂപിനെ ഇതിലേക്ക് വീണ്ടും കൊണ്ടുവരണം എന്ന് പറയുന്നത് അതൊരു കുടുംബവാഴ്ചയല്ലേ. വളരെ നന്ദി ശ്രീ ദേവസ്വ താങ്കൾ സംസാരിച്ചതിന്. ശ്രീ ടി എബ്രഹാം, നമുക്ക് അവസാനിപ്പിക്കാം. പാർട്ടി എന്ന നിലയിൽ ജേക്കബിന്റെ ഒരു കരിസ്മയായിരുന്നു ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചതിലെ ഒരു പ്രധാന ഘടകം. അദ്ദേഹത്തിന്റെ വിയോഗത്തോടുകൂടി ഈ പാർട്ടി ഇതേ നിലയ്ക്ക് അതിന്റെ അസ്തിത്വം ഈ സംസ്ഥാനത്ത് തുടരും വരും നാളുകളിലും എന്ന് കരുതാം. അത് തുടരും. അദ്ദേഹത്തിന്റെ നഷ്ടമാണ്. പക്ഷേ ശക്തമായ പാർട്ടി നേതാക്കളുള്ള ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ഈ പാർട്ടി നയിക്കുന്ന ജോണി നെല്ലൂരിന്റെ ശക്തമായ നേതൃത്വത്തിൽ ഈ പാർട്ടി മുന്നോട്ട് പോകും. വളരെ നന്ദി ശ്രീ ടി എബ്രഹാം, ശ്രീ തമ്പു ജോർജ് ദുബിലൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം പ്രേക്ഷകർക്കും വരാൻഡോക്സ് ഇന്ന് ചോദിച്ച ചോദ്യം സഭയുടെ നിലപാടുകൾ പിറവം ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ, നിർണായക ഘടകമാകുമോ എന്നായിരുന്നു. 74% പ്രേക്ഷകരും സഭാ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കും, നിർണായകമാകുമെന്ന അഭിപ്രായം ഉള്ള ആളുകളാണ്. 26% പേർക്ക് മറിച്ചും അഭിപ്രായം. വോട്ടാണ്ടോക്കിന്റെ വിലക്കം പൂർണ്ണമാകും. നമസ്കാരം.